ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയ രണ്ട് കാസറ്റ് മെക്കാനിസം പരിചയപ്പെടുത്താനാണ്. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള കാസറ്റ് മെക്കാനിസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഒന്ന് 2828 എന്ന് പറയുന്ന ഒരു മോഡലും അടുത്തത് 2827 എന്ന് പറയുന്ന ഒരു മോഡലുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ 2827 ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ പ്രാവശ്യം കാസറ്റ് മെക്കാനിസം വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ്. കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പാനലിലൊക്കെ ഇത് ഫിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെയിം മെക്കാനിസമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ ബോർഡ്. അതായത് 12 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു AC കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അതായത് 2827 എന്ന് പറയുന്നതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ലാതെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കുറേ പേര് അത് ഇല്ലാതെ അത് വേണ്ട എന്ന രീതിക്ക് പറയാറുണ്ട്. കാരണം അത് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റേറ്റിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാൻ ഒരു കേബിള്, അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ഹെഡ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഒരു ഹെഡ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഒരു എക്സ്ട്രാ ഹെഡും കൂടെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെക്കാനിക്സിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഏകദേശം 2500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമാണ് ഇത് രണ്ടും വ്യത്യാസം. അപ്പം ഇതിൻ്റെ കൂടെയും ഒരു ഹെഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ.